എന്തുണ്ടായി അങ്കിൾ? അത് അമ്മേ, അകത്തേക്ക് പോവൂ. നമ്മുടെ അപ്പു മുഖാന്തിരം ചേട്ടന് കുറച്ച് ഇടപാടുകളുണ്ടായിരുന്നു. അതിൻ്റെ ഹാർഡ് ഡിസ്ക് ഇപ്പോൾ അവൻ്റെ കയ്യിൽ ഇരിക്കുക. അതെപ്പോൾ റിലീസ് ചെയ്യുമെന്നറിയില്ല. അത് പുറത്തു വന്ന ഒരു 10 മിനിറ്റ് സമയം തരൂ അച്ഛാ. അവനെ ഞാനൊരു അസാധു ഓട്ടാക്കി മാറ്റി കാണിക്കാം. ചന്ദ്രനങ്കിൾ, എന്താ മോളെ? പ്രസ് മീറ്റിന് ഏർപ്പാട് ചെയ്യൂ. അച്ഛൻ പ്രസിനോട് സംസാരിക്കുന്നു. അവൻ കോർപ്പറേറ്റ് ക്രിമിനൽ, ഞാൻ ബോൺ ക്രിമിനൽ. എന്റെ സമ്മേളനത്തിൽ പോലീസുകാർ അവരെ ആക്രമിച്ചു എന്ന് പറയുന്നു. എന്റെ മണ്ഡലത്തിൽ എന്നെ എതിർത്ത് നിൽക്കുന്നവൻ എന്റെ മണ്ഡലത്തിൽ എന്റെ പാർട്ടിയുടെ സമ്മേളനത്തിൽ വന്ന് പങ്കെടുക്കാമോ? പക്ഷെ സ്റ്റേജിലേക്ക് ഞാൻ അവനെ വിളിച്ചു. ടിവിയിൽ നിങ്ങൾ കണ്ടിരിക്കും. അത്രയും ആളുകളെ കൂട്ടിക്കൊണ്ട് എന്റെ സമ്മേളനത്തിൽ വരേണ്ട ആവശ്യം എന്താണ്? ഈ ദൃശ്യം നിങ്ങൾ കാണൂ. 2 ദിവസം മുൻപ് എന്റെ പാർട്ടി ഓഫീസിൽ വന്ന് അവൻ എന്താ ചെയ്തതെന്ന് കാണൂ. ഇപ്പൊ പറയൂ, അരാജകത്വം കാണിച്ചതാര്, അക്രമം കാണിച്ചതാരാണെന്ന്? ഇവരെയാണോ നിങ്ങൾക്ക് വേണ്ടത്? അക്രമിയാണവൻ. നിങ്ങൾക്കായി ജീവിച്ചവനെ തൂക്കി എറിഞ്ഞില്ലേ നിങ്ങൾ? വെറും ചവറ് പോലെ നിക്കറിട്ടുകൊണ്ട് ജീവിച്ചവനാണ് ഞാൻ. ഇന്ന് കോട്ടിട്ട സായിപ്പിന്റെ കൂടെ പോയില്ലേ നിങ്ങൾ? ഈ ഖദർ ഷർട്ട് നിങ്ങൾക്ക് വെറുപ്പായി തോന്നുന്നോ? പറയൂ പറയൂ മക്കളെ, ഇപ്പൊ തന്നെ ഞാൻ ചത്തുകളയാം. ഇതിനേക്കാൾ മുഖ്യമായ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. 2 കോർപ്പറേറ്റ് കമ്പനിയിൽ നിന്ന് 60,000 കോടി വാങ്ങിയിട്ടുണ്ട്. ഈ ഭരണം വീഴ്ത്തിയത് അത് വെച്ചാ. അതിന്റെ ഡീറ്റെയിൽസ് ഡോക്യുമെന്റോട് കൂടി നാളെ രാവിലെ 9 മണിക്ക് നിങ്ങളെ മീറ്റ് ചെയ്യും. ചേട്ടാ ചേട്ടാ 60,000 കോടിക്ക് വേണ്ടിയാണോ ഇതൊക്കെ ചെയ്തത്? അത്രയും കിട്ടിയിരുന്നെങ്കിൽ അവന് മുമ്പേ ഞാനത് വാങ്ങിയത്. തെളിവ്? അതെല്ലാം മോള് നോക്കിക്കൊള്ളോടോ. മേഡം, ഇത് 6,000 രൂപ, ഇത് 2,000 രൂപ. അപ്പു, എല്ലാം റെഡിയാണോ? ഓക്കെ. ആക്സിഡന്റ് എപ്പോഴെങ്കിലും നേരിൽ കണ്ടിട്ടുണ്ടോ അങ്കിൾ? ഏയ്, അതൊക്കെ ഈ സെൽഫോണില് ഫേസ്ബുക്കില് ഒക്കെ അയക്കത്തില്ലേ, വാട്സപ്പിലും ഒക്കെ കണ്ടിട്ടുണ്ട് മോളെ. ഓ, അവനെ അടിച്ചിടുന്നത് നമ്മൾ കാണാൻ പോവാണോ? കാണാം കാണാം കാണാം. അങ്കിളിന് ആക്സിഡന്റ് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ദൈവം സഹായിച്ച് അങ്ങനൊന്നും ഉണ്ടായിട്ടില്ല മോളെ. സീറ്റ് ബെൽറ്റ് ഇടങ്കിൽ. എന്തിനാ മോളെ? ഇടൂ, പറയാം. ആക്സിഡന്റ് അവനല്ല, നമുക്കാ. അയ്യോ മോളെ, മോളെ വേണ്ട, മോളെ വേണ്ട, മോളെ എനിക്ക് ചാകാൻ പേടിയാ മോളെ. വേണ്ട അങ്കിൾ, വേണ്ട മോളെ. വണ്ടിയിൽ 6 എയർ ബാഗ് ഉണ്ട്. വേണ്ട മോളെ, പ്ലീസ്. ജീവനാപത്തൊന്നും വരില്ല. വേണ്ട. വലിയ ഡോക്ടറെ വിളിച്ചിട്ട് വേണം. മോക്ക് ശ്വാസം മുട്ടുക. വീഡിയോ എടുക്കുന്നു റാസ്കൽ. വലിയ ഡോക്ടറെ വിളിച്ചോണ്ട് വാടോ. ഓടോ ഓടോ, വലിയ ഡോക്ടറെ വിളിച്ചിട്ട് വാടോ. അയ്യോ പൊടിമോളെ, എന്തിനാ എന്നെ വലിച്ചു കുറച്ച് കളഞ്ഞേ? മോളെ മോളെ, ഇങ്ങ് തന്നെ. പൊടിമോളെ, ടെൻഷൻ എന്തിനാ അങ്കിൾ? എല്ലാം ഓക്കെ ആയി, നമുക്ക് വീട്ടിലേക്ക് പോവാം. പൊടിമോളെ ഒന്ന് നിന്നേ. നമ്മുടെ കാർ നമ്മൾ തന്നെ എന്തിനാ ആക്സിഡന്റ് ആക്കിയത്? അപ്പോഴല്ലേ അവന് പെട്ടി എടുത്തോണ്ട് പോകാൻ പറ്റൂ. ആ നാശം പിടിച്ച കാലിപ്പെട്ടി അവൻ എടുത്തോണ്ട് പോകാൻ വേണ്ടി മാത്രമാണോ ഈ ആക്സിഡന്റ് ഉണ്ടാക്കിയത്? കാലിപ്പെട്ടിയോ?
അതിലല്ലേ അച്ഛൻ പറഞ്ഞ എവിഡൻസ് ഒക്കെ ഉള്ളത്. അതിനകത്തിപ്പോ ഒന്നും തന്നെ. അതെ 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 അതെ. മുൻ മുഖ്യമന്ത്രി മാസില മണി സുന്ദറിനെതിരെയുള്ള സാഹചര്യ തെളിവുകൾ മാധ്യമങ്ങൾക്ക് നൽകാനിരുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ മകൾ ശ്രീമതി കോമളവല്ലി സഞ്ചരിച്ചിരുന്ന വാഹനം രാത്രി 9 മണിക്ക് അപകടത്തിൽപ്പെടുകയുണ്ടായി. സമീപത്ത് സ്ഥാപിച്ചിരുന്ന CCTVയിൽ പതിഞ്ഞ ദൃശ്യങ്ങളിൽ നിന്നും അപകടമുണ്ടാക്കിയ ലോറിയിൽ നിന്നും അജ്ഞാതനായ ഒരാൾ കോമളവല്ലിയുടെ കാറിൽ നിന്നും ഒരു പെട്ടിയുമായി പുറത്തേക്ക് പോകുന്ന ദൃശ്യങ്ങളാണ് പതിഞ്ഞത്. ഈ സംഭവവുമായി സുന്ദർ രാമസ്വാമിക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് സംശയിക്കപ്പെടുന്നു. എന്താ മോളെ ഇത്? ആക്സിഡന്റ് എന്ന് പറഞ്ഞപ്പോ എനിക്കൊന്നും മനസ്സിലായില്ല. നിനക്കൊന്നും സംഭവിച്ചില്ലെന്ന് അറിഞ്ഞപ്പോഴാ എനിക്ക് സമാധാനമായത്. എന്തോ വലിയ ഡ്രാമ ചെയ്യുന്നുണ്ട്. ജനങ്ങളെല്ലാം നമുക്കെതിരാവുമെന്ന് തോന്നുന്നത്. ജനങ്ങൾക്ക് അവന്റെ മേൽ അമർഷം ഉണ്ടായതിരിക്കട്ടെ, എന്നാ അവന്റെ കയ്യിൽ ഒരു കാര്യം ബാലൻസ് ഉണ്ടല്ലോ മോളെ. അവന്റെ കയ്യിൽ ചാട്ട.com മുച്ചുക്കുമരന്റെ ഹാർഡ് ഡിസ്ക് ഉണ്ടല്ലോ. അവനത് റിലീസ് ചെയ്താൽ അവർ ജനങ്ങളെ പറ്റിക്കുന്നതിന് മുൻപ് നമുക്ക് ആ ഹാർഡ് ഡിസ്ക് റിലീസ് ചെയ്തേ പറ്റൂ സാർ. അവന്റെ കയ്യിലുള്ള തെളിവുകളെ പറ്റി ഒരുത്തരും സംസാരിക്കരുത്. കേരളത്തിലെ ഓരോ മുക്കും മൂലയിലും ഉള്ളവർ അച്ഛനെ കുറിച്ചായിരിക്കണം സംസാരിക്കുക. ശരിയാ മോളെ. നിരന്തരം വീണ്ടും വീണ്ടും അച്ഛന്റെ ന്യൂസ്. അങ്ങ് ജനിച്ചത്, വളർന്നത്, പോരാടിയത് എല്ലാം അടുത്ത സ്റ്റേറ്റ് മാത്രമല്ല, ട്രിപ്പോലും ഈ വീടിന്റെ മുറ്റത്ത് നിൽക്കണം. അതെ മോളെ. അച്ഛന് ജയിലിൽ പോകേണ്ടി വന്നാലുണ്ടല്ലോ, അത്ര തന്നെ. ഒരഴിമതി 4 അഴിമതിയായി, 4 അഴിമതിയിൽ 40 പേരെ കൂട്ടുപിടിച്ച് പാർട്ടിയെ തന്നെ നശിപ്പിക്കും അവൻ. നമ്മളില്ലെങ്കിൽ പോലും നമ്മുടെ പാർട്ടി ഭരണത്തിലുണ്ടാവണം. റോഡിന് നമ്മുടെ പേര്, പാലത്തിന് നമ്മുടെ പേര്, സ്റ്റേഡിയത്തിന്, യൂണിവേഴ്സിറ്റിക്ക്, വെങ്കലത്തിലെ പ്രതിമ, സ്റ്റാമ്പ്, ഇതൊക്കെ ജയിലിൽ പോയാൽ കിട്ടുവച്ചാ. ഇപ്പൊ നമുക്ക് ആവശ്യം ഇലക്ഷനില് ഫുൾ സ്വിംഗ്. പാർട്ടി നശിക്കുമെന്ന് വിചാരിച്ചു മോളെ. പാർട്ടിയോടെ ഭരണവും വരാൻ പോകുന്നു. ചന്ദ്രന് എല്ലാം അറിയാം. കൂടെ നിൽക്കാൻ പറ. സുന്ദറിനെ നീ വിടരുത്. അവനെ ഇല്ലാതാക്കണം. മുൻ മുഖ്യമന്ത്രി ശ്രീ മാസില മണിയുടെ നിര്യാണത്തെ തുടർന്ന് അദ്ദേഹത്തിന്റെ സ്വന്തം മണ്ഡലത്തിൽ അദ്ദേഹത്തിന്റെ മകളായ കോമളവല്ലി മത്സരിക്കുന്നു. മുൻ മുഖ്യമന്ത്രി ശ്രീ മാസില മണിയുടെ വിയോഗത്തെ തുടർന്ന് സംസ്ഥാനമൊട്ടാകെ ശ്രീ സുന്ദർ രാമസ്വാമിക്കെതിരെ ഒരു വലിയ തരംഗം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. മാസില മണിയുടെ മരണത്തിന് പിന്നിൽ ശ്രീ സുന്ദർ രാമസ്വാമിയാണെന്നുള്ള ധാരണയാണ് ഇപ്പോൾ ഈ തരംഗത്തിന് കാരണമായത്. വിദേശ ശക്തിയെ വിദേശ ശക്തിയെ സുന്ദർ സുന്ദർ. ഇലക്ഷൻ അടുത്തു വരികയാ. നമ്മുടെ കയ്യിലുള്ള തെളിവുകൾ റിലീസ് ചെയ്യാൻ കഴിയുമെന്നറിയില്ല. അവരിതിനെ വിലയില്ലാതാക്കിയില്ലേ? ഇപ്പൊ തന്നെ ജനങ്ങളെല്ലാം സാറിനോട് വളരെ ദേഷ്യത്തിലാ. ഇപ്പൊ മരിച്ചവന്റെ പേരിൽ പഴിചാരിയ സാറിനോടുള്ള ദേഷ്യം കൂടി വരത്തേ ഉള്ളൂ. ഈ നാട്ടിൽ മരിച്ച ത്യാഗിയായി മാറും. നിങ്ങളോട് എനിക്ക് തനിച്ച് സംസാരിക്കണം. ഇവിടെ രഹസ്യങ്ങളൊന്നുമില്ല. വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ പറയാം. ഓക്കെ. ഇപ്പോഴത്തെ സിറ്റുവേഷൻ നിങ്ങൾക്ക് നന്നായിട്ടറിയാം.
നിങ്ങൾക്കൊരു വാർഡ് കൗൺസിലർ പോലും ജയിപ്പിക്കാൻ പറ്റില്ല. കഴിവ് തെളിയിക്കുന്നതിൽ നിങ്ങൾക്ക് 2%, എനിക്ക് 98%. നിങ്ങൾക്കൊരു ഡീല് ഞാൻ പറയാം. നിങ്ങൾ ഇന്ന് തന്നെ അമേരിക്കയിലേക്ക് പോണം. നാളെ നടക്കാൻ പോകുന്ന ഇലക്ഷനിൽ നിങ്ങളുണ്ടാവരുത്. എന്നിട്ട് നിങ്ങൾ എനിക്കൊരുപാട് പണി തന്നിട്ടുണ്ട്. ഇൻഫാക്ട് സഹായം ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ എല്ലാ മണ്ഡലങ്ങളിലും എന്റെ ശത്രുക്കൾ ആരാണെന്ന് ഇലക്ഷനിൽ നിർത്തി നിങ്ങൾ എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അവരുടെ എല്ലാം പേരിൽ കേസുകളും എടുത്തിട്ടുണ്ട്. ഇലക്ഷൻ കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ അവർക്ക് എന്താ ഉണ്ടാകാൻ പോകുന്നെന്ന് കണ്ടോ? ഓരോരുത്തരെയായി വേട്ടയാടും. ആത്മഹത്യ, ആക്സിഡന്റ്, കഞ്ചാവ് കേസെന്ന് പറഞ്ഞ് ഓരോരുത്തരെയായി ഞാൻ ഇല്ലാതാക്കും. നിങ്ങൾ ജയിക്കുമെന്ന് ഉറപ്പിച്ചില്ലേ? പിന്നെന്തിനാ ഞാൻ ഇതൊക്കെ വിട്ടിട്ട് തിരിച്ചു പോകുന്നത്? നിങ്ങളുടെ വോട്ട് പോലും ചെയ്യാതെ നിങ്ങൾ ഇവിടുന്ന് പോണം. അപ്പോഴേ ഞാൻ പൂർണ്ണമായും ജയിച്ചുവെന്ന് അർത്ഥമാകൂ. നിങ്ങളെപ്പോലെ പെട്ടെന്ന് വളർന്ന നേതാക്കന്മാർ ഇനി ഇവിടെ വേണ്ട. നിങ്ങൾ ഇവിടുന്ന് തിരിച്ചു പോകുന്നത് അവർക്കൊരു ഉദാഹരണമായിരിക്കും. എനിക്കങ്ങനെ പിന്മാറുന്ന സ്വഭാവമില്ല. മാഡം പോവാൻ നോക്ക്. അപ്പൊ ഇവിടെ ഇരുന്ന് ഞാൻ പദവി ഏൽക്കുന്നതും ഓരോരുത്തർ ചാകുന്നതും കാണാം. ഹലോ മാഡം, ആദ്യം മാഡം ഈ ഇലക്ഷനിലൊന്ന് ജയിക്കാൻ നോക്ക്. എന്നിട്ട് വരെ വെല്ലുവിളി നാടുകടത്തിലൊക്കെ. നിന്റെ അച്ഛൻ മാസ്ലാമണി എന്നൊരാളുണ്ടായിരുന്നില്ലേ? ഇലക്ഷനൊക്കെ ജയിച്ചു കഴിഞ്ഞ് സത്യപ്രതിജ്ഞ ചെയ്യുമ്പോ എം മാസ്ലാമണി എന്ന ഞാനെന്ന് പറഞ്ഞ് തീരും മുമ്പേ പണി കൊടുത്തവനാ ഞാൻ. മാഡം ചെല്ല്. ആദ്യ ഇലക്ഷനിൽ ജയിക്കണം, പിന്നെ അധികാരത്തിൽ കയറണം. അതിനുശേഷം നമുക്ക് ഇതിനെക്കുറിച്ചൊക്കെ ആലോചിച്ചാൽ പോരെ? ഇനിയുള്ള ഒരു ദിവസം കൊണ്ട് എന്തൊക്കെ മാറ്റങ്ങളാ സംഭവിക്കാൻ പോകുന്നതെന്ന് നീ കാണാൻ പോകുന്നുള്ളൂ. ബിക്കോസ് ഐ എം എ കോർപ്പറേറ്റ് ക്രിമിനൽ. നീയൊക്കെ ജന്മനാ ക്രിമിനലാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്നാ ശരി.